1952 മുതൽ ഇടതുപക്ഷത്തിന് സ്വാധീനമുള്ള മണ്ഡലമാണ് ആറ്റിങ്ങൽ എന്ന പഴയ ചിറയൻകീഴ് ലോക്സഭാ മണ്ഡലം. മണ്ഡലം തിരിച്ചുപിടിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇടതുമുന്നണി വി ജോയ് എന്ന സ്ഥാനാർത്ഥിയെ കളത്തിലിറക്കിയിരിക്കുന്നത്. കഴിഞ്ഞ 5 വർഷത്തെ എംപിയുടെ വികസന വിരുദ്ധതയാണ് ഇടതുപക്ഷം ജനങ്ങൾക്ക് മുന്നിൽ വയ്ക്കുന്നത്. ഇടതുപക്ഷം ഈ തവണ മുന്നോട്ട് വയ്ക്കുന്ന ഒരു കാര്യം പൊതുവായ വികസന പ്രവർത്തനമാണ്. അഭ്യസ്തവിദ്യരായ ചെറുപ്പക്കാരെ പരിഗണിക്കണം എന്നുള്ളതാണ്. ഇപ്പോൾ ടെക്നോ പാർക്കിൽ ഫേസ് 4 വന്നു. ആ ടെക്നോ പാർക്കിൻ്റെ ഫേസ് 5ഉം 6ഉം എല്ലാം വർക്കല, ആറ്റിങ്ങൽ, നെടുമങ്ങാട് തുടങ്ങിയ മേഖലകളിലേക്ക് മാറണം. മണ്ഡലം കൈവിട്ടു പോകാതിരിക്കുക എന്നുള്ളത് UDFന് അഭിമാന പ്രശ്നമാണ്. MP ആയിരുന്നപ്പോൾ നടത്തിയ പ്രവർത്തനങ്ങൾ തന്നെയാണ് തന്റെ മുതൽക്കൂട്ട് എന്നതാണ് UDF സ്ഥാനാർത്ഥി അടൂർ പ്രകാശിന്റെ അവകാശവാദം. കഴിഞ്ഞ 5 വർഷം തുടങ്ങി വെച്ച പല കാര്യങ്ങളുണ്ട്. അതിന്റെ പൂർത്തീകരണം ഉണ്ടാകണം. അത് പൂർത്തീകരണം ഉണ്ടാകുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾക്ക് ഇനിയൊരു അവസരം കൂടി കിട്ടിയാൽ അതിനു വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ നടക്കും. പൂർത്തീകരണം അപ്പം അതേപോലെ തന്നെ പുതിയ പദ്ധതികളും പുതിയ പ്രവർത്തനങ്ങൾ എന്ത് നിറവേറ്റാൻ പറ്റും, ജനങ്ങൾക്ക് പ്രയോജനപ്രദമായിട്ടുള്ള കാര്യങ്ങൾ എന്ത് എന്നതിനെക്കുറിച്ച് ആലോചിച്ചുകൊണ്ട് കാര്യങ്ങളുമായി മുമ്പോട്ട് പോകും. കേന്ദ്ര സർക്കാരിന്റെ പിന്തുണയിൽ മണ്ഡലത്തിൽ വലിയ മാറ്റങ്ങൾ സാധ്യമാകും എന്നുള്ള ഓഫർ തന്നെയാണ് NDA സ്ഥാനാർത്ഥി വി മുരളീധരൻ ജനങ്ങൾക്ക് മുന്നിൽ വയ്ക്കുന്നത്. നരേന്ദ്രമോദിയെ പിന്തുണയ്ക്കുന്ന ഒരു ജനപ്രതിനിധിക്ക് നരേന്ദ്രമോദിയെ എതിർക്കുന്ന ജനപ്രതിനിധികളെക്കാൾ കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും എന്നുള്ള അഭിപ്രായം ജനങ്ങൾക്ക് വളരെ വ്യക്തമായിട്ടുണ്ട്. ഈ കാരണങ്ങളാൽ തീർച്ചയായിട്ടും ആറ്റിങ്ങലിൽ വളരെ കൂടുതൽ സാധ്യത. അതേസമയം UDFും NDAയും തമ്മിലുള്ള വോട്ട് കച്ചവട വിഷയം ഒരുപോലെ ഇരു മുന്നണികളെയും അലട്ടുന്നുണ്ട്. ഇടതുപക്ഷത്തെ അധികമായി നെഞ്ചിലേറ്റിയ ചരിത്രമാണ് ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലത്തിനുള്ളത്. ഇത്തവണ ആറ്റിങ്ങൽ ആരെയാകും നെഞ്ചിലേറ്റുക, ആരെയാകും കൈവിടുക? ഉയർന്നു വന്ന വിവാദങ്ങൾ UDFനും NDAയ്ക്കും തിരിച്ചടിയാകുമോ? ഇതാണ് ഇനി കണ്ടറിയേണ്ടത്. ആറ്റിങ്ങലിൽ നിന്നും പ്രമോദ് പന്നിയോടിനൊപ്പം S. ഷീജ, കൈരളി ന്യൂസ്.